ഹലോ എവ്രി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പലതരത്തിലുള്ള ആനിമൽസിനെ കുറിച്ച്, അത് ലാൻഡിൽ കരയിലുള്ളതായിക്കോട്ടെ, കടലിലുള്ളതായിക്കോട്ടെ, ഇനി പല നിറത്തിലുള്ളതായിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആനിമൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. ഇവിടെ ഫസ്റ്റ് പേജിൽ ഇവിടെ ഒരു കുട്ടിയെ നമുക്ക് കാണാം അല്ലേ. ഈ പിക്ചറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്. ഇനി അവളുടെ ഒപ്പം കുറേ ആനിമൽസും ഉണ്ടല്ലേ. വലുതും ചെറുതുമായ കുറേ ആനിമൽസ് അവിടെ ഉണ്ട്. നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. Wow, all of you have come early today. Very good. Seeing her friends, Mitra came out of her house. അപ്പം മിത്ര എന്താ പറഞ്ഞേ? നമ്മുടെ കുട്ടിയുടെ പേരെന്താണ്? മിത്ര. മിത്ര എന്താ പറയുന്നേ? നിങ്ങളെല്ലാവരും ഇന്ന് നേരത്തെ വന്നു, കൊള്ളാം. അപ്പം ഇവളിത് ആരോടാണ് പറയുന്നത്? അവളുടെ ഫ്രണ്ട്സിനോട്, വീടിൻ്റെ പുറത്ത് വന്ന ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പം ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഫ്രണ്ട്സ് ആരാണ്? കുറേ ആനിമൽസ് ആണല്ലേ. ഏതൊക്കെ ആനിമൽസ് ഉണ്ട് അവിടെ? ഒരുപാട് ആനിമൽസ് ഉണ്ടല്ലേ. എമംഗ് ദീസ് വിച്ച് ക്രീച്ചേഴ്സ് ടു മിത്ര റേസ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ആനിമൽസിനെ കാണാം. ഇതിൽ ഏതൊക്കെയായിരിക്കും മിത്ര വളർത്തുന്നത്? ഏതൊക്കെയായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിച്ച് ക്രീച്ചേഴ്സ് ടു ഹ്യൂമൻസ് റേസസ് പെറ്റ്സ്. നമ്മൾ പെറ്റായിട്ട് വീട്ടിൽ ഓമന മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഏതിനൊക്കെ ആയിരിക്കും? കുറച്ച് ഉദാഹരണങ്ങൾ പറയാം അല്ലേ. ഒന്ന് ക്യാറ്റ് ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ക്യാറ്റിനെ കാണാൻ പറ്റും. ഇവിടെ ക്യാറ്റ് ഉണ്ട്, കണ്ടോ? ക്യാറ്റ് ഉണ്ട്, അതുപോലെ ഡോഗ് ഉണ്ട്, ദെൻ ഹെൻ ഉണ്ട്, പിന്നെന്താണ്, കൗ ഉണ്ട്, ഗോട്ട് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്തായിട്ട് വളർത്തുന്നതാണ്? പെറ്റ് ആനിമൽസ്. നമ്മൾ ഹ്യൂമൻസ് പെറ്റ്സ് ആയിട്ട് വളർത്തുന്നതാണ് ഈ ആനിമൽസ് ഒക്കെ. അടുത്ത പേജിലേക്ക് വന്നേ. വൈ ഡു വി റേസ് ആനിമൽസ്. നമ്മൾ എന്തിനാണ് ആനിമൽസിനെ വളർത്തുന്നത്? എന്തിനായിരിക്കും നമ്മൾ ആനിമൽസിനെ വളർത്തുന്നത്? 2 കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ഫുഡ്, ഒന്ന് നമുക്ക് ആഹാരത്തിന് വേണ്ടി. എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ഒരു കോഴിയെ വളർത്തുകയാണെങ്കിൽ നമുക്കത് എഗ്ഗ് തരും അല്ലേ. അപ്പോൾ എഗ്ഗ് എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു ആഹാരമാണ്. അല്ലെങ്കിൽ നമുക്ക് മീറ്റ് കിട്ടാനായിട്ട് നമ്മൾ ആനിമൽസിന് ഇറച്ചി കിട്ടാനായിട്ട് വളർത്തും. പിന്നെ ഫോർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീടിന് സുരക്ഷയായിട്ട്. ഇപ്പം നമ്മൾ ഡോഗിനെ വളർത്തുമ്പം അതെങ്ങനെയാണ് നമ്മുടെ വീടിന് സുരക്ഷ തരുന്നത്? കാരണം നമ്മുടെ വീടിനത് കാവൽ നിൽക്കും അല്ലേ. അപ്പം അത് നമുക്കൊരു സെക്യൂരിറ്റിയാണ്. അതുപോലെ നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആനിമൽസിനെ വളർത്തുന്നത്? നമുക്കൊന്ന് എഴുതാം. നമുക്കൊരു കുറച്ച് റീസൺസ് നമുക്കിവിടെ കൊടുത്തു. അപ്പം നമുക്കിനി ബാക്കി നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഫോർ ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? വരുമാനം. നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മൾ ഇതുപോലെ ആനിമൽസിനെ വളർത്തുന്നത്. അടുത്തത് ഫോർ ഹെൽപ്പിംഗ് ഇൻ ഫാമിംഗ്. കൃഷിയിലൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആളുകൾ ആനിമൽസിനെ വളർത്താറുണ്ട്. ഇനി അടുത്ത നോക്കിക്കേ. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ് അസ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ആനിമൽസിന്റെ ബെനിഫിറ്റ്സ് നമുക്കൊന്ന് എഴുതി ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോട്ടാണ്. ഗോട്ടിൽ നിന്ന് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? ഗോട്ടിൽ നിന്ന് നമുക്ക് മിൽക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. ഗോട്ട് ഗീവ്സ് അസ് മിൽക്ക്. ഇനി അടുത്ത എന്താണ്? ഹെൻ. ഹെൻ നമുക്ക് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഹെൻ നമുക്ക് എഗ്ഗ് തരും അല്ലേ. അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ ഹെൻ ഗീവ്സ് എഗ്. അതുപോലെ തന്നെ ഡക്കും നമുക്ക് എന്ത് തരുന്നു? എഗ്ഗ് തരുന്നുണ്ട്. ഇനി അടുത്ത ആനിമൽ നമുക്ക് ഏത് പേര് എഴുതാം? നമുക്ക് അടുത്തത് ഡോഗ് എഴുതാം. അപ്പോൾ ഡോഗ് എന്താണ് ചെയ്യുന്നത്? ഡോഗ് ഗാർഡ്സ് അവർ ഹോം. നമ്മുടെ വീടിന് കാവൽ നിൽക്കുന്നത് ഡോഗാണ് അല്ലേ. ഇനി അടുത്ത് നമുക്ക് ഏത് എഴുതാം? അടുത്തതാണ് കൗ. കൗ എന്ത് ചെയ്യുന്നു? ഗീവ്സ് മിൽക്ക്. നമുക്ക് പാല് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ കൗ നമുക്ക് മിൽക്ക് തരുന്നു, ഗീവ്സ് മിൽക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആനിമൽസിനെ വളർത്താറുണ്ട്. തൊട്ട് താഴത്തെ ബോക്സിലെ പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. വി റേസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ വളർത്താറുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ്? മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. ചില ആനിമൽസിന്റെ മിൽക്ക്, എഗ്ഗ്. മിൽക്ക് എന്തിനാണ്? ഇപ്പോൾ കൗവിൻ്റെ, ഗോട്ടിൻ്റെ ഒക്കെ മിൽക്ക്, അല്ലെ എഗ്ഗ്, ഹെന്നിൻ്റെ, ഡക്കിൻ്റെ ഒക്കെ എഗ്ഗ്, അതുപോലെ മീറ്റ്, ഇറച്ചി,
ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നതാണ്? ഫുഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. നമ്മൾ ചില ആനിമൽസിനെ നമ്മൾ എന്തിനാണ്? പ്ലഷറിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ്. അപ്പം അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ലവ് ബേർഡ്സ്, അതുപോലെ പീജിയൻ, ഡവ് പീജിയൻ, ഇതൊക്കെ നമ്മൾ എന്തിനു വളർത്തുന്നതാണ്? നമ്മളൊരു പ്ലഷറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നതാണ് അങ്ങനെയുള്ള ആനിമൽസ്. ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. മെനി മെനി ക്രീച്ചേഴ്സ്. അപ്പം ഇതല്ലാതെ വേറെയും ഒരുപാട് ജീവികളുണ്ടല്ലേ? ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും കുറേ ജീവികളുടെ പടം കാണാൻ പറ്റും. ഇത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ലിസാർഡ്, പല്ലിയാണ് അല്ലേ? ബാക്കി ഏതൊക്കെയാണ്? നമുക്ക് പേരൊന്ന് എഴുതാം. രണ്ടാമത് എന്താണുള്ളത്? ഒച്ച് അല്ലെങ്കിൽ സ്നെയിൽ അല്ലേ? മൂന്നാമത്തെ പിക്ചറിൽ ആൻഡ്. ഇതെന്താണ്? ആൻഡ് ആണ് ഇതിലുള്ളത്. ഇനി അടുത്തത് ഈ ബേർഡിന്റെ പേരെന്താണ്? ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉപ്പൻ, ക്രോഫിസെന്റ് എന്ന് പറയും. ഇതെന്താണ്? പഴുതാര അല്ലെ? സെന്റിപ്പീഡ്. പിന്നെ വവ്വാൽ, ബാറ്റ്. മൊങ്കൂസ് അല്ലെങ്കിൽ കീരി എന്ന് പറയും. അടുത്തത് ഇതെന്താണ്? ലാസ്റ്റ് പിക്ചറിൽ കാണുന്ന എന്താണ്? തേരട്ട, മില്ലിപ്പീഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെ കാണുന്നതാണ്? ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. നമ്മുടെ വീട്ടിലോ വീടിന് ചുറ്റുമോ ഒക്കെ നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ? ഇതേപോലുള്ളത്. അപ്പം നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് നമ്മുടെ വീട്ടിലോ വീടിന് ചുറ്റുമോ ഉണ്ട്. അടുത്ത ഹെഡിങ്ങിലേക്ക് നോക്കിക്കേ. ടൈനി വൺസ് ആൻഡ് ജയൻസ്. ചെറുതും ചെറിയ ജീവികളും അതുപോലെ വലുതും ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മിത്ര ആൻഡ് ഹർ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. മിത്രയും കൂട്ടുകാർ ഒരു ഗെയിം കളിക്കുകയായിരുന്നു. ദേ സേ ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ്. പല ക്രീച്ചേഴ്സ്, ജന്തുക്കളുടെ പേര് അവര് പറയുകയായിരുന്നു. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രീച്ചേഴ്സ്? ഇറ്റ് ബിക്കം എ കോണ്ടസ്റ്റ്. അപ്പം ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളുടെ പേര് പറയുന്നത്? അതായിരുന്നു മത്സരം. ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, കെമലിയോൺ, ബീറ്റിൽ, കൗ. They did not forget to draw the pictures of the creatures. അപ്പോൾ അവർ കുറേ ക്രീച്ചേഴ്സിന്റെ പേര് പറഞ്ഞു. അത് മാത്രമല്ല അവർ അതിന്റെ പിക്ചേഴ്സും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഗെയിം നിങ്ങളോടും കളിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതേപോലൊരു ഗെയിം കളിക്കാം. Present the sound or movement of a few creatures without naming them. Let your friends identify the creatures. അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലുള്ള ക്രീച്ചേഴ്സിൻ്റെ ശബ്ദം, അതിൻ്റെ പേര് പറയാതെ നിങ്ങൾ അതിൻ്റെ ശബ്ദം അനുകരിക്കുക. എന്നിട്ട് അവർ അതേതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നോക്കട്ടെ. ഇനി അത് മാത്രമല്ല, ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറും വരച്ചതുപോലെ കളർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പേജ് എടുത്തേ. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ആനിമൽ ഇൻ യുവർ ലിസ്റ്റ്? നിങ്ങൾ ആ എഴുതിയ ലിസ്റ്റിലെ ഏറ്റവും ചെറിയ ആനിമൽ ഏതാണ്? അതുപോലെ തന്നെ ഏറ്റവും വലിയ ആനിമലും ഏതാണെന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അതിൻ്റെ സൈസിൻ്റെ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Haven't you seen many tiny creatures in your school surroundings? Which are they? അപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ഇതുപോലുള്ള ചെറിയ ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെയാണത്? ഇനിയും അതിൻ്റെ സൈസ് എല്ലാം ഒരുപോലെയാണോ ഉള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയൊക്കെ അത് കാണാൻ പറ്റും? വേർ ഷാൽ വി ഒബ്സർവ്? നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും എന്ന് എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇൻ ദ സോയിൽ, മണ്ണിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും? വോളിലല്ലേ, മതിലുകളിൽ, ഭിത്തിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹോൾസിൽ, ചെറിയ ചെറിയ പൊത്തുകളല്ലേ, പൊത്തുകളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ജീവികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ട്രീസിലും കാണാൻ പറ്റും അല്ലേ, മരത്തിലും കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ കണ്ടുപിടിക്കുന്ന ജീവികളുടെ പേര്, ക്രീച്ചേഴ്സിൻ്റെ പേര് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഫിംഗർ ഡ്രോയിങ്സ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിൻറ്റിംഗ് ദ സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക? അതിങ്ങനെ ബുക്കിലേക്ക് പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഇതുപോലെ നമുക്ക് വരച്ചിട്ട് ഓരോ ഇൻസെക്ട്സിനെയും അതുപോലെ ഓരോ ഡ്രോയിങ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് നോക്കിക്കേ. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദി ആനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ബോഡി പാർട്സ് വെച്ചിട്ട് ഈ ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്?
നമുക്കറിയാമല്ലേ അത് എലിഫൻ്റ് ആണല്ലേ. അടുത്ത പിക്ചറിലേക്ക് നോക്കിക്കേ, എന്തിനെയാണ് കാണിച്ചിരിക്കുന്നത്? പീകോക്ക്. അടുത്തതോ അതിൻ്റെ സ്ട്രൈപ്സ് കണ്ടാൽ നമുക്കറിയാമല്ലേ സീബ്ര. ഇനി അടുത്ത എന്താ നമുക്കെല്ലാം അറിയാമല്ലേ, ഇതെന്താണ്? ഹെൻ. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? ഈ ആനിമൽസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കളർ, നിറം. എല്ലാ ആനിമൽസിൻ്റെയും നിറം ഒരുപോലെ ആണോ? അല്ലല്ലേ, എല്ലാ ആനിമൽസിനും ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ ബേർഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിന്നെന്താണ്? സ്പോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ പുള്ളികളുള്ള ആനിമൽസും ഉണ്ടല്ലേ. ഇനി വേറെ എന്തൊക്കെയാണ് ഡിഫറൻസ്? പിന്നെ നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ ആനിമൽസിൻ്റെയും ഷേപ്പ് വ്യത്യാസമാണ് അല്ലേ, ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെന്താണ്? ഫസ്റ്റ് ആനിമൽ ഇവിടെ പിക്ചറിൽ കൊടുത്തേക്കുന്നത് എലിഫൻ്റ് ആണ്. ഈ എലിഫൻറ്റിൻ്റെയും ഹെന്നിൻ്റെയും നോക്കിക്കേ, എത്ര ഡിഫറൻസ് ആണല്ലേ, അതിൻ്റെ സൈസ് എത്ര ഡിഫറൻസ് ആണല്ലേ. എലിഫൻ്റ് എന്ന് പറഞ്ഞൊരു ബിഗ് ആനിമലാണ്, ഹെന്നോ ഒരു ചെറിയൊരു ബേർഡാണ്. അപ്പം അല്ലെങ്കിൽ സീബ്ര ഒരു ചെറിയ ആനിമലാണല്ലേ. അപ്പോൾ അതിൻ്റെ സൈസിലും ഷേപ്പിലും ഒക്കെ നമുക്ക് ഡിഫറൻസ് വരും. അപ്പം നമുക്കത് അവിടെ ഒന്ന് എഴുതാം. ഷേപ്പ് ആൻഡ് സൈസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആർ ദെയർ ക്രീച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഒബ്സർവിങ് ദെയർ കളർ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്രീച്ചേഴ്സ്, ജീവികളുണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം. ഇപ്പോൾ ബേർഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്രോ എങ്ങനെയാണ്? ക്രോയുടെ കളറ് ഡിഫറെൻ്റ് ആണല്ലേ, ബ്ലാക്ക് കളറാണ്. ഇനി നമ്മൾ പാരറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, പാരറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണുള്ളത് അല്ലേ. അപ്പം നമുക്ക് കളേഴ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്രീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതി. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദെയർ ഹോൺസ് നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഹോൺസ് ഉള്ളത് നമുക്ക് കൗവിനുണ്ടല്ലേ, അതുപോലെ തന്നെ എലിഫൻറ്റിനും ഹോൺസ് ഉണ്ട്. അടുത്തത് ഹൗ അബൌട്ട് സ്പോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളികളുള്ള ഏതൊക്കെ ആനിമൽസാണ് ഉള്ളത്? ഒന്ന് നമുക്ക് ഡീർ അല്ലേ, മാനുണ്ട്. അതുപോലെ പിന്നെ വേറെ ഏതാണ് ഉള്ളത് പുള്ളികളുള്ളത്? പിന്നെ നമുക്ക് പുലിയുണ്ടല്ലേ. അപ്പം ഈ ആനിമൽസിനൊക്കെ സ്പോട്സ് ഉള്ള ആനിമൽസാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടോ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ ക്രീച്ചേഴ്സും ജീവികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എവ്രി ക്രീച്ചർ ഈസ് ഡിഫറെൻ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. എല്ലാ ക്രീച്ചേഴ്സും ജീവികളും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്? അതിൻ്റെ ഷേപ്പിലുണ്ട്, പിന്നെ സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രൈപ്സ്. ഈ കാര്യങ്ങളിൽ ഓരോ ജീവികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പം നമ്മളിപ്പോൾ ലാൻഡിലുള്ള നമ്മൾ കുറേ ക്രീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കടലിൽ സീയിലുള്ള ക്രീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. കണ്ടോ, ഹെഡിങ് കണ്ടോ, സീ ക്രീച്ചേഴ്സ്. നമുക്കൊന്ന് വായിക്കാം. വി നോ ദാറ്റ് ദെർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദ സീ. Sea is the habitat not only to fishes but also to many other creatures. There are more creatures in the sea than on land. Which sea animals do you know? Discuss with your friends and write them. See the pictures of some of the sea creatures. ഇവിടെ നമുക്ക് കടലിൽ നമുക്കറിയാം ഒരുപാട് മീനുകളുണ്ടല്ലേ. പക്ഷെ മീനുകൾ മാത്രമല്ല കടലിലുള്ളത്, മറ്റ് പല ജീവികളും ഉണ്ട്. അപ്പം കരയിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ ജീവികൾ കടലിലുണ്ട്. അപ്പോൾ ഏതൊക്കെ നമുക്ക് കടൽ ജീവികളെ അറിയാം? ഇവിടെ നമുക്ക് പിക്ചറിൽ കുറച്ച് കടൽ ജീവികളെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ എന്താണ്? സീ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കടൽ കുതിര, സീ ഹോഴ്സ്. അടുത്ത എന്താണ്? സീ ഹെഡ്ജ് ഹോഗ്. പിന്നെ മൂന്നാമത് കാണുന്നത് സീ കുക്കുംബർ, കടൽ വെള്ളരി, സീ കൗ. അപ്പം ഈ ആനിമൽസിന് എങ്ങനെയാണ് ഈ പേരുകൾ കിട്ടിയത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വൈ ഡിഡ് ദീസ് ക്രീച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? എങ്ങനെയായിരിക്കും? നമുക്കിവിടെ ഒരു ബോക്സിൽ നമുക്കൊരു കാര്യം ബ്ലൂ വെയിലിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ബ്ലൂ വെയിൽ, ദ ലാർജസ്റ്റ് ക്രീച്ചർ ഓൺ എർത്ത്, ലീവ്സ് ഇൻ ദ സീ.
They are not from the family of fish. Blue whales give birth to their offsprings. അപ്പം ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് എവിടെയാണ്? എർത്തിൽ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് ലീവ്സ് ഇൻ ദ സീ. കടലിലാണത് താമസിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേ ആർ നോട്ട് ഫ്രം ദി ഫാമിലി ഓഫ് ഫിഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മീനിൻ്റെ ഫാമിലിയിൽ പെടുന്നതല്ല എന്ത് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. ബ്ലൂ വെയിൽസ് ഗീവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. അപ്പം ബ്ലൂ വെയിൽസ് എഗ് ലേ ചെയ്യല്ല, അത് അതിൻ്റെ അടുത്ത ഓഫ് സ്പ്രിങ്സിന് ബർത്ത് അതായത് ബ്ലൂ വെയിൽ എന്ത് ചെയ്യുകയാണെന്ന് പറയാൻ പറ്റും. മറ്റുള്ള മീനുകളെ പോലെ അതിൻ്റെ ബേബീസിനെ അത് മുട്ടയിടുകയല്ല ചെയ്യുന്നത്. മറ്റുള്ള ഫിഷുകളെ പോലെ അത് മുട്ടയിടുകയല്ല, അത് പ്രസവിക്കുകയാണ് ചെയ്യുന്നത് ബ്ലൂ വെയിൽ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സീ ക്രീച്ചേഴ്സ്, അതായത് സീ കുക്കുംബർ, സീ കൗ, ഇതിനൊക്കെ എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്നുള്ളത്. ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് സീ ഹോഴ്സ് ആണല്ലേ. സീ ഹോഴ്സ്, അതായത് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുതിര. അപ്പം ഈ സീ ഹോഴ്സിൻ്റെ തലയെന്ന് പറയുന്നത് കുതിരയുടെ തല പോലത്തെ അങ്ങനത്തെ ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് അതിനെ സീ ഹോഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ സീ ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞതിന് മലയാളത്തിൽ കടൽ മുള്ളൻ പന്നി എന്ന് പറയും. അതായത് ഇതിൻ്റെ ദേഹം മുഴുവനും മുള്ളുകൾ പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കടൽ മുള്ളൻ പന്നി അല്ലെങ്കിൽ സീ ഹെഡ്ജ് ഹോഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ സീ കുക്കുംബർ, കടൽ വെള്ളരി എന്ന് പറയാം. കാരണം അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുക്കുംബറിൻ്റെ ഷേപ്പാണ്. അടുത്താണ് സീ കൗ എന്ന് പറയുന്നത് മലയാളത്തിൽ എന്താ, കടൽ പശു എന്ന് പറയും. പശു എന്താണ് പ്രധാനമായിട്ടും കഴിക്കുന്നത്? പുല്ലാണല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് പുല്ലാണ്. അതുകൊണ്ട് അതിനെ സീ കൗ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയാണ് സീ ക്രീച്ചേഴ്സിനെ പറ്റി നമ്മൾ കണ്ടത്. ഇനി അടുത്ത് നോക്കിക്കേ, മെനി വേയ്സ് ഓഫ് മൂവ്മെൻറ്റ്. അതായത് നമുക്കറിയാം എല്ലാ ആനിമൽസും അല്ലെ എല്ലാ ജീവികളും ഒരേപോലെയാണോ മൂവ് ചെയ്യുന്നത്? അല്ലല്ലേ, ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇവിടെ ഈ ഒരു കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫിഗേഴ്സിൽ കണ്ടോ ഏതൊക്കെ ക്രീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും? ഏതൊക്കെ ക്രീച്ചേഴ്സ് ഉണ്ട് ഇവിടെ? ഫ്രോഗ് ഉണ്ട്, പിന്നെ ഫിഷ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ബേർഡ് ഉണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ഫിഗേഴ്സ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഒന്ന് നോക്കിക്കേ, ഈ ഒരു ക്രീച്ചേഴ്സിൻ്റെ എല്ലാ മൂവ്മെൻറ്റും ഒരുപോലെയാണോ? ഇവയെല്ലാം ഒരേപോലെയാണോ മൂവ് ചെയ്യുന്നത്? അല്ലല്ലേ. അപ്പം മൂവ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതിൽ 2 ഹെഡിങ് നമുക്ക് തന്നിട്ടുണ്ട്, ചിലത് മിസ്സിങ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടെത്തി എഴുതാം. ഫസ്റ്റ് വൺ, വാക്കിംഗ് ക്രീച്ചേഴ്സ്. അപ്പോൾ ചില ജീവികൾ എന്താ ചെയ്യുന്നത്? നടക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാക്കിംഗ് ക്രീച്ചേഴ്സിൽ ഏതൊക്കെ ആനിമൽസിൻ്റെ പേര് എഴുതാൻ പറ്റും? നടക്കുന്ന ആനിമൽസ് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് ഡോഗ്, പിന്നെ ക്യാറ്റ്, എലിഫൻറ്റ്, കൗ. ഈ ആനിമൽസൊക്കെ നടക്കുന്നവയാണല്ലേ. അടുത്ത ബോക്സിലേക്ക് വരുമ്പം ക്രോളിംഗ് ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞ് നീങ്ങുന്ന ജീവികൾ. ഏതൊക്കെയാണ് ഇഴഞ്ഞ് നീങ്ങുന്നത്? ഒന്ന് സ്നേക്ക്, പാമ്പ്, പിന്നെ സ്നെയിൽ, ഒച്ച്, എർത്ത് അറിയാലോ, മണ്ണിര, കാറ്റർപില്ലർ, പുഴു. ഇതൊക്കെ ഇഴഞ്ഞ് നീങ്ങുന്നവയാണ്. അടുത്തത് ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പറക്കുന്നവ. ഏതൊക്കെയാണ് പറക്കുന്നവ? ഒന്ന് ക്രോ, കാക്ക, പിന്നെ പാരറ്റ്, തത്ത, പീജിയൻ, പ്രാവ്, ബട്ടർഫ്ലൈ, ശലഭം. ഇതൊക്കെ പറക്കുന്നവയാണ്. അടുത്തത് ഫിഷ് കൊടുത്തിട്ടുണ്ട്. ഫിഷ് എന്താ ചെയ്യുന്നത്? സ്വിം ചെയ്യുകയാണല്ലേ, നീന്തുന്നത്. അപ്പം സ്വിമ്മിങ് ക്രീച്ചേഴ്സ്, നീന്തുന്നവ. ഏതൊക്കെയാണ്? ഫിഷ് ഉണ്ട്, പിന്നെ വെയിൽ, തിമിംഗലം, ഡോൾഫിനുണ്ട്, ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ആമ, പിന്നെ പെൻഗ്വിൻ. ഇതൊക്കെ നീന്തുന്നവയാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട വേയ്സ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹോപ്പ് ചെയ്യുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്താ, ചാടി പോകുന്നത്. ഇപ്പം നമ്മൾ തവള, ഫ്രോഗിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് പോകുന്നത്? ചാടി പോകുന്നവയാണല്ലേ. അപ്പം പ്രധാനമായിട്ടും ഏതൊക്കെ മൂവ്മെൻ്റാണോ ഉള്ളത്? വാക്കിംഗ്, നടക്കുന്നവയുണ്ട്, ക്രോളിംഗ്, ഇഴയുന്നവയുണ്ട്, ഫ്ലൈയിങ്, പറക്കുന്നവ, സ്വിമ്മിങ്, അതായത് നീന്തുന്ന ക്രീച്ചേഴ്സും ഉണ്ട്. ഇനി അടുത്ത പേജിലേക്ക് വന്നേ. ഈസ് ദർ എനി ക്രീച്ചർ ദാറ്റ് മൂവ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതിൽ പോകുന്നതാണ് ചാടി പോകുന്നത് അല്ലേ. ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, തവള, അതുപോലെ പച്ചവീട്ടിൽ, ഇതൊക്കെ അങ്ങനെ പോകുന്നവയാണ്.
അപ്പം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ്? അതായത് ഈ ജീവികളുടെ അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ്, ശരീരത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മൂവ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആനിമൽ ഏതാണ്? ഹോഴ്സ് ആണല്ലേ. ഹോഴ്സിൻ്റെ ഫീച്ചർ എന്താണ്? 4 legs ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ്, അതായത് പുറകോട്ട് ബെൻഡ് ചെയ്ത് വളഞ്ഞിരിക്കുന്ന 4 കാലുകൾ. അതതിനെ എന്തിനു സഹായിക്കും? ഏതൊക്കെ മൂവ്മെൻറ്റിന് സഹായിക്കും? വോക്ക്, നടക്കാനും റൺ, ഓടാനും അവയെ സഹായിക്കുന്നു. അടുത്ത നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഏതാണ്? സ്നേക്ക് ആണല്ലേ. സ്നേക്കിൻ്റെ ബോഡി ഫീച്ചർ എന്താണ്? അപ്പോൾ സ്നേക്കിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് കാലുകളില്ലല്ലേ. പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഇഴഞ്ഞു പോകുന്നതാണ്. അപ്പം അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്, അതിൻ്റെ മുഴുവൻ ശരീരം എന്ന് പറയുന്നത് എന്തിനാണ്? അതിനെ മൂവ് ചെയ്യാൻ, അതിൻ്റെ ക്രൗളിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. നോ ലെഗ്സ്, അതിന് കാലുകളില്ല. ഹോൾ ബോഡി ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്, മുഴുവൻ ശരീരവും മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ എഴുതി, ക്രൗളിംഗ് ആണല്ലേ. അടുത്തത് ഏതാണ്? പീജൺ അല്ലെങ്കിൽ ഡവ്. അപ്പം അതിൻ്റെ ബോഡി ഫീച്ചർ എങ്ങനെയാണ്? അതിന് കാലുകളുണ്ടല്ലേ, കാലുകളുണ്ട്. അപ്പോൾ അതിന് എന്തിനു പറ്റും? നടക്കാനായിട്ടും പറ്റും. പിന്നെ അത് കൂടാതെ അതിന് ചിറകുകളുണ്ടല്ലേ, വിങ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഫ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. ദെയർ ആർ ലെഗ്സ് ആൻഡ് വിങ്സ്. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വോക്ക്, ഫ്ലൈ ആണ്. അടുത്ത നോക്കിക്കേ, ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഫിഷ് ആണല്ലേ. ഫിഷിൻ്റെ ബോഡി ഫീച്ചർ എങ്ങനെയാണ്? നോക്കിക്കേ, അതിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ 2 സൈഡുകളിലും, അതിങ്ങനെ അതിൻ്റെ ആ മൗത്ത്, വായുടെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ 2 എൻഡുകളെന്ന് പറയുന്നത് കൂർത്തിരിക്കുന്നതാണല്ലേ, പോയിൻറ്റഡ് ആയിട്ടുള്ള എൻഡാണ്. പിന്നെ അതിൻ്റെ സൈഡുകളിൽ എന്തുണ്ട്? അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? നീന്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നീന്താൻ സഹായിക്കുന്ന ചിറകുകളുണ്ടല്ലേ സൈഡിലായിട്ട്. അതിനെന്തുണ്ട്? ചിറകും അതുപോലെ തന്നെ വാലുണ്ടല്ലേ, ടെയിലും ഉണ്ട്. അപ്പോൾ അതതിനെ നീന്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. ബോത്ത് എൻഡ് പോയിൻറ്റഡ് ബോഡി, വിങ്സ് ഇൻ സൈഡ്സ് ആൻഡ് ടെയിൽ. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വിമ്മാണ്, നീന്തുന്നതാണ് ഫിഷിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ഡക്ക്. ഇവിടെ ഒരു ഡക്കിന് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് എന്തൊക്കെയാണ്? അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം അത് സ്വിം ചെയ്യുകയാണല്ലേ, സ്വിം ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഫ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത് വോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഡക്കിൻ്റെ പ്രത്യേകതകൾ? ഈ 3 കാര്യത്തിനും, ഇപ്പം അതിന് സ്വിം ചെയ്യാൻ, അതുപോലെ തന്നെ ഫ്ലൈ ചെയ്യാൻ, വോക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്ന എന്താണ്? അതിൻ്റെ ഏത് ബോഡി ഫീച്ചറാണ്? അതിന് വിങ്സ് ഉണ്ടല്ലേ, വിങ്സും അതുപോലെ തന്നെ ലെഗ്സും ഉണ്ട്, കാലുകളും ഉണ്ടല്ലേ. വിങ്സ് ആൻഡ് ലെഗ്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്തൊക്കെയാണ്? ഏതൊക്കെ മൂവ്മെൻറ്റാണ് വരുന്നത്? അതിന് സ്വിം ചെയ്യാൻ പറ്റും, അതുപോലെ ഫ്ലൈ ചെയ്യാൻ പറ്റും, വോക്ക് ചെയ്യാനും പറ്റും അല്ലേ. അപ്പം ഇവിടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ? ഈച്ച് ക്രീച്ചർ ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദി എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലിവ്സ്. അതായത് എല്ലാ ക്രീച്ചേഴ്സിനും അതിൻ്റെ മൂവ്മെൻറ്റിന് അനുസൃതമായിട്ട്, അതിൻ്റെ മൂവ്മെൻറ്റിന് പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തൊരു ഫീച്ചർ എപ്പോഴും അതിൻ്റെ ബോഡിയിൽ കാണും, അല്ലെങ്കിൽ അത് ജീവിക്കുന്ന എൻവയോൺമെൻറ്റിൽ അതിന് സഹായകരമായിട്ടുള്ള ഫീച്ചർ അതിന് ഉണ്ടാവും. ഇപ്പോൾ ഡക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കരയിൽ അതിന് നടക്കാൻ പറ്റും. അപ്പോൾ അതിനെന്തുണ്ട്? ലെഗ്സ് ഉണ്ട്, അതതിൻ്റെ ഒരു ബോഡി ഫീച്ചറാണ്. ഇനി അത് വെള്ളത്തിലേക്ക് വരുമ്പോഴോ അതിന് സ്വിം ചെയ്യണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിന് പറക്കണം, ഫ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിങ്സ് വേണം. അപ്പോൾ അങ്ങനെ ഓരോ ജീവികൾക്കും എന്താണ്? അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തുള്ളൊരു ഫീച്ചർ അതിൻ്റെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഡവ് അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബേർഡ്സിന് എന്തുണ്ട്? ലെഗുണ്ട് അല്ലേ, ലെഗ് വെച്ചിട്ട് അതിന് നടക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ അതിന് ചിറകുണ്ട്, ചിറകുള്ളത് കൊണ്ട് അതിന് ഫ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഓരോ ക്രീച്ചേഴ്സിനും അതിൻ്റെ ബോഡിയിൽ അതിന് മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു ഫീച്ചർ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. അപ്പം ഇനി ഫുഡിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഒരു 2 ഇൻസെക്ട്സ് തമ്മിൽ അവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് ഒരു പ്രേയിങ് മാൻറ്റിസ് ആണ്, പിന്നെ ഒരു ബട്ടർഫ്ലൈ ആണ് ഉള്ളത്. അപ്പോൾ പ്രേയിങ് മാൻറ്റിസ് എന്താണ് പറയുന്നത്?
ആൻസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. ഉറുമ്പും ചെറിയ ചെറിയ പ്രാണികളുമാണ് എൻ്റെ ആഹാരം എന്ന് പ്രേയിങ് മാൻറ്റിസ് പറയാണ്. അപ്പോൾ ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കളിൽ നിന്നുള്ള തേനാണ്, നെക്ടറാണ് എനിക്ക് ഇഷ്ടം. അപ്പം മറ്റ് ജീവികളും, എല്ലാ ജീവികളും ഒരുപോലെയാണോ ആഹാരം കഴിക്കുന്നത്? അല്ല, വ്യത്യസ്തമാണല്ലേ. ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിൽ എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഹാരങ്ങളല്ലേ നമ്മൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആനിമൽസിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ഒരേപോലെ അല്ല ആഹാരം കഴിക്കുന്നത്, വ്യത്യസ്തമായിട്ട് ഫുഡ് കഴിക്കുന്നവയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ കൗവിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. കൗ എന്തൊക്കെയാണ് കഴിക്കുന്നത്? കൗ നമുക്കറിയാം സസ്യാഹാരങ്ങളാണല്ലേ. അപ്പം എന്തൊക്കെ കഴിക്കും? കൗവ് ഗ്രാസ് കഴിക്കും അല്ലേ, പുല്ല് കഴിക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് എഴുതാം. അപ്പോൾ കൗ കഴിക്കുന്നത് നമ്മൾ എഴുതി, ഗ്രാസ് എഴുതി, അതുപോലെ തന്നെ ഹേ അതും കഴിക്കും. പിന്നെ അതുപോലെ ക്രോ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ഇൻസെക്ട്സിനെ കഴിക്കും, റാറ്റ്സ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ക്രോ കഴിക്കും. അടുത്തത് എലിഫൻറ്റ് എന്തിനെയാണ് കഴിക്കുന്നത്? ലീവ്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്. അതുപോലെ എന്താണ്, സസ്യങ്ങളൊക്കെയാണ് എലിഫൻറ്റും കഴിക്കുന്നത്. സ്ക്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? അണ്ണാൻ എന്തൊക്കെ കഴിക്കും? സീഡ്സ്, നട്ട്സ്, ഫ്രൂട്ട്സ്, വേംസ്. പിന്നെ ഹെൻ എന്തിനൊക്കെയാണ് കഴിക്കുന്നത്? വേംസ്. നമുക്കറിയാം ഹെന്നിങ്ങനെ മണ്ണിലുള്ള ചെറിയ പുഴുക്കൾ, വേംസിനെ, അതുപോലെ ഇൻസെക്റ്റിനെ, ഗ്രെയിൻസ്, ധാന്യങ്ങളും കഴിക്കും അല്ലേ. ഈഗിൾ സ്നേക്കിനെയും ഫിഷിനെയും കഴിക്കും. കിങ് ഫിഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. കിങ് ഫിഷർ ഫിഷാണ് പ്രധാനമായിട്ടും, കൂടാതെ ഫ്രോഗിനെയും ഇതൊക്കെ കഴിക്കും. അതുപോലെ ഫ്രോഗ് എന്തിനൊക്കെയാണ് കഴിക്കുന്നത്? ഫ്ലൈസ്, ഈച്ചകൾ, സ്നെയിൽസ്, ഇൻസെക്ട്സ്, ഇതിനെയൊക്കെയാണ് ഫ്രോഗ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് അമംഗ് ദ ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതായത് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികൾ. ഇതിലേതൊക്കെയാണ് സസ്യങ്ങൾ മാത്രം കഴിക്കുന്നത്? ഒന്ന് കൗ ഉണ്ടല്ലേ, നമുക്ക് കൗ ഉണ്ട്. പിന്നെ എന്താണുള്ളത്? എലിഫൻ്റ് ഉണ്ടല്ലേ, എലിഫൻ്റ് ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണ്? നമുക്ക് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന, നമുക്കിവിടെ ഒന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി, എലിഫൻറ്റും കൗവും. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്. അതായത് മാംസാഹാരം മാത്രം കഴിക്കുന്നത്. ഏതൊക്കെയാണ് മാംസാഹാരം മാത്രം കഴിക്കുന്നത്? നമുക്കൊന്ന് എഴുതാം. അതിൽ ഈഗിളും ഫ്രോഗും ആണ് വരുന്നത്. അടുത്തത് വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും മീറ്റും ഒരുപോലെ രണ്ടും കഴിക്കുന്ന ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെയാണ്? ഒന്ന് ക്രോ ഉണ്ടല്ലേ, ക്രോ ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ക്രോ ഉണ്ട്, പിന്നെ സ്ക്യൂറലുണ്ട്, പിന്നെ ഹെന്ന്, പിന്നെ ഏതാണ്? കിങ് ഫിഷറും അതുപോലെ തന്നെ കേട്ടോ, രണ്ടും കഴിക്കും. അതായത് പ്ലാന്റ്സും മീറ്റും അത് കഴിക്കും. അപ്പോൾ ഈ നെയിംസ് നിങ്ങൾക്ക്, ഈ ക്രീച്ചേഴ്സിൻ്റെ നെയിംസ് അവിടെ നിങ്ങൾക്ക് എഴുതാം. അടുത്തൊരു ബോക്സ് നോക്കിക്കേ, നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം നമ്മൾ പ്രധാനമായിട്ടും 3 ആഹാര രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത്, അതുപോലെ മാംസം മാത്രം, ഈ മീറ്റ് മാത്രം കഴിക്കുന്നത്, പിന്നെ രണ്ടും പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നതിൻ്റെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ പറയുന്ന ഓരോ പേരുകളുണ്ട്. എന്താണ്? ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കോൾഡ് ഹെർബിവോർസ്. എന്താണ് പറയുന്നത്? പ്ലാന്റ്സ് മാത്രം, അല്ലെങ്കിൽ ഹെർബ്സ് എന്ന് പറയും അല്ലേ. ഹെർബ്സ് നമ്മൾ പഠിച്ചാണല്ലോ. ഹെർബ് എന്ന് വെച്ചാൽ എന്താ? പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പം ഹെർബ്സ് മാത്രം, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ക്രീച്ചേഴ്സ്, ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെർബിവോർസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മീറ്റ് മാത്രം കഴിക്കുന്നത്, അതായത് മാംസം മാത്രം കഴിക്കുന്നത്, അതിനെ നമ്മൾ എന്ത് പറയും? ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോർസ്. എന്താണ് പറയുന്നത്? കാർണിവോർസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് മീറ്റ് മാത്രം കഴിക്കുന്ന ആനിമൽസിനെ അല്ലെങ്കിൽ ക്രീച്ചേഴ്സിനെ കാർണിവോർസ് എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ക്രോ, അതുപോലെ തന്നെ ഹെന്ന്, സ്ക്യൂറൽ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? എല്ലാം കഴിക്കും അല്ലേ. അതായത് പ്ലാന്റ്സും കഴിക്കും, മീറ്റും കഴിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഒംനിവോർസ്. എന്താ പറയുന്നത്? ഒംനിവോർസ്. ഒംനിവോർസ് എന്ന് വെച്ചാൽ എന്താണ്? ഒംനിവോർസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും മീറ്റും രണ്ടും കഴിക്കുന്നവയാണ് ഒംനിവോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഹെർബിവോർസ്, കാർണിവോർസ്, ഒംനിവോർസ്. അപ്പോൾ ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത്. കാർണിവോർസ് എന്ന് പറഞ്ഞാലോ മീറ്റ് മാത്രം കഴിക്കുന്നത്. ഒംനിവോർസ് എന്ന് പറഞ്ഞാൽ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. അതിനെയാണ് നമ്മൾ ഒംനിവോർസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ
നമുക്ക് പാഠഭാഗത്തിൽ ഉള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.